എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ ഇന്ന് അടിപൊളി ടേസ്റ്റി കറിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വാഴമണി എന്ന് പറയും, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ പല രീതിയിലും അത് വാഴമണി കറി വയ്ക്കും. ചെറുപയറിട്ട് വയ്ക്കും, പിന്നെ വഴുതിരിങ്ങിയിട്ട് വയ്ക്കും, അങ്ങനെയൊക്കെ പല രീതിയിൽ വയ്ക്കും. ഞാൻ ഇതുവരെ ആരും വയ്ക്കാത്ത, ട്രൈ ചെയ്യാത്ത രീതിയിലാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അതെങ്ങനെ വെക്കാൻ നോക്കാം. ആദ്യം അതിലേക്ക് വേണ്ടത് മെയിൻ പാർട്സായ വാഴമണിയാണ്. അപ്പോൾ വീട്ടിലില്ല, അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ആ വാഴമണി വേണം. പിന്നെ അതേപോലെ പച്ചമുളക്, കറിവേപ്പില, തേങ്ങ, വലിയുള്ളി, ഇത്രയും സാധനം മതി കേട്ടോ. പക്ഷേ ഇതിൻ്റെ കൂടെ മെയിനായിട്ട് ഒരു സാധനം വേണം. അത് ഞാൻ ഇടയിൽ ട്വിസ്റ്റാണ്, അത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഈ രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു കശപ്പോ ചവർപ്പോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം നമുക്ക് വാഴ ഇതിൻ്റെ ഈ തോലൊക്കെ എടുത്ത്, പുറം തോലൊക്കെ എടുത്ത് നമുക്ക് കളയാം. എന്നിട്ട് ഈ ചുവപ്പ് കളർ മുഴുവനായി, ബ്രൗൺ കളർ മുഴുവനായി കളയണം കേട്ടോ. നന്നായി നമ്മൾ ബ്രൗൺ കളർ കളയാണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കശക്കാനുള്ള ഒരു ചവർപ്പുണ്ടാവും. അപ്പം അതിനാണ് നമ്മൾ അത് മുഴുവനായി കളഞ്ഞ് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി അടുത്തത് പറഞ്ഞാൽ നമുക്ക് വലിയുള്ളി, പച്ചമുളക് ഇതെല്ലാം മുറിച്ച് വെക്കണം. അപ്പോൾ അത് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തേങ്ങ ചിരകണം. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ ഒന്ന് ഞാൻ ചേർക്കുന്നുണ്ട്. ഞാനത് ചേർക്കുമ്പോൾ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. നല്ല ടേസ്റ്റാണ്. എല്ലാ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ. അപ്പം വാഴമണിക്കറി ആരും വേണ്ടെന്ന് പറയില്ല. അപ്പം അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്തത്. അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി. കുട്ടികൾക്കൊക്കെ കുറച്ച് തന്നെ, ഒരു വാഴമണിയല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുട്ടികൾ ഭയങ്കരമായി ടേസ്റ്റ് കണ്ടിട്ട് നന്നായി കഴിച്ചു. അപ്പോൾ ഇനി അങ്ങനെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉറപ്പായാലും ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മൾ കമൻറ്റ് ചെയ്യണം അതെങ്ങനെയുണ്ട് നോക്കിയിട്ട്. അത് മെയിനായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചിരകി, പച്ചമുളക്, വലിയുള്ളിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പണി പറഞ്ഞാൽ നമുക്ക് ഈ വാഴമണി മുറിക്കണം. ഇത് കുഞ്ഞതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കണം. ഇത് കുഞ്ഞതായിട്ട് അരിഞ്ഞ് വെള്ളത്തിൽ തന്നെ, സാധാ പച്ചവെള്ളമായിരുന്നു, അതിൽ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ നൂല് പോലെ ഒരിത് ഉണ്ടാവും. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വാഴമണി കിട്ടണേ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഞാനിത് പച്ചവെള്ളത്തിൽ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായി കഴുകിയിട്ട് കുറച്ച് നേരം കഞ്ഞിവെള്ളത്തിൽ ഇത് കഴുകി വാരിയെടുത്ത് കഞ്ഞിവെള്ളത്തിലൊരു 5 മിനിറ്റ് വേണ്ട, ഒരു 2-3 സെക്കൻഡെങ്കിലും കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെക്കണം. കാരണം അതിലെ ചവർപ്പ് പോകാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ചിലവർക്ക് ഇഷ്ടമാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒരു 2-3 മിനിറ്റെങ്കിലും ഇതാക്കി വെക്കണം കഞ്ഞിവെള്ളത്തിലിട്ടിട്ട്. പിന്നെ ഞാൻ ആ ഭാഗം സ്കിപ്പ് ചെയ്തു. പിന്നെ അടുപ്പിൽ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഒരുപാട് അവനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്തത്. അപ്പോൾ എന്തായാലും കഞ്ഞിവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്താൽ തിരി ചവർപ്പ് മാറി കിട്ടും. പക്ഷെ ഇതിൽ ഇങ്ങനെ വെച്ചാൽ കഞ്ഞിവെള്ളത്തിൽ കഴുകേണ്ട ആവശ്യമില്ല. അത്രയും നല്ല ടേസ്റ്റാണ്. ഒരു വാഴമണിൻ്റെ ഒരു ചവർപ്പോ ഒരു ടേസ്റ്റ് മാറ്റം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം നമ്മൾ ഈ ചീഞ്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, എന്തായാലും സൺഫ്ലവർ ഓയിലൊന്നും എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. നാടൻ കറി ആയതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് അല്പം കടുകിട്ട് കൊടുക്കണം. ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അല്പം കടുകിട്ട് കൊടുത്താൽ പിന്നെ കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഇതിലോട്ട് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ വാഴയൊന്നുമില്ല. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്നാണ് ഇത് കിട്ടിയത്. ഇത് എവിടെ കിട്ടിയാലും ഞാൻ പോയില്ലെങ്കിലും മക്കൾ പോയി ചോദിച്ച് വാങ്ങിയിട്ട് വരും. അവർക്കൊന്നും പിന്നെ അങ്ങനെയില്ല. വാഴമണി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ്. അതേപോലെ മുരിങ്ങ, ചീര, ഇതൊക്കെ ആരെങ്കിലും വേണമെന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ചോദിച്ച് വാങ്ങിയിട്ട് വരും. ഇപ്പോഴത്തെ മക്കളൊന്നും അങ്ങനെ കഴിക്കാറില്ലല്ലോ അല്ലേ. ഇപ്പോൾ ഇപ്പോഴത്തെ മക്കൾക്ക് ഫാസ്റ്റ് ഫുഡിനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ ഇപ്പോൾ നന്നായി പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ അടുത്തത് വലിയുള്ളി വേണം. വലിയുള്ളി ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം.
അങ്ങനെ വലിയ ഉള്ളിയൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുത്ത ശേഷം നമുക്ക് അതിലോട്ട് പച്ചമുളകാണ് ഇനി അടുത്ത ചേർക്കേണ്ടത് കേട്ടോ. പച്ചമുളക് കറിവേപ്പിലയും കൂടി നന്നായി കുറച്ച് നേരം വഴറ്റിയെടുക്കണം. കാരണം ആ പച്ച ഈ ചൂരൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ നമ്മൾ ഇതിൽ വഴറ്റുന്നതിലാണ് ഏറ്റവും നല്ല കാര്യം. അപ്പം നല്ല ടേസ്റ്റ് വരുന്നത് ഇങ്ങനെ പച്ചമണം പോകുമ്പോഴാണ്. അല്ലെങ്കിൽ പച്ചച്ചൂരടിക്കും. ഉള്ളിയും പച്ചമുളകാണെങ്കിലും ഒരു പച്ച സ്മെല്ല് വരും. അപ്പോൾ കറിക്ക് അങ്ങനെ വരാണ്ടിരിക്കാനാണ് ഇങ്ങനെ നമ്മൾ വഴറ്റിയെടുക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് നമ്മൾ ഉപ്പിത്തിരി ചേർത്ത് കൊടുക്കുക. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ വെള്ളം ഒരിക്കലും കൊടുക്കരുത്. ഒരിക്കലും നമ്മൾ വെള്ളം ഇതിലോട്ട് ഈ കറിയിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ആവിയിൽ തന്നെ അത് വേവിച്ചെടുക്കുകയാണ്. നമ്മൾ വറുത്തിട്ട് ചീരയും മുരിങ്ങയൊക്കെ വേവിക്കുന്ന പോലെ അങ്ങനെയാണ്. അടുത്തത് നമുക്ക് തേങ്ങയാണ് ഇതിലോട്ട് ചേർക്കേണ്ടത്. തേങ്ങ ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം. നന്നായി നമ്മൾ ഉള്ളിയും പച്ചമുളകും വഴറ്റിയ പോലെ ഇതിലോട്ട് തേങ്ങ ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയണേ, വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളുടെ കുഞ്ഞു ചാനലാണ്, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്തതായി ഇതിലോട്ട് ചേർത്തുന്നത് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ്. ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായി ചൂടാക്കിയെടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പ്, പച്ചമുളക്, കറിവേപ്പില, തേങ്ങ അതെല്ലാം കൂടി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇപ്പം തന്നെ നല്ല മണമുണ്ട് അല്ലേ, നല്ല ടേസ്റ്റിൻ്റെ ഒരു കളറൊക്കെ നോക്കി, മഞ്ഞ കളർ, മഞ്ഞൾപ്പൊടിൻ്റെ കളറും തേങ്ങയൊക്കെ മൊരിഞ്ഞ് നിൽക്കണം. നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ അടുത്തതായിട്ട് ഇതിൽ ചേർക്കേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ വാഴമണിയാണ്. ഇതപ്പോൾ ഞാൻ കഞ്ഞിവെള്ളത്തിലൊക്കെ കഴുകി പിന്നെ പച്ചവെള്ളത്തിലും കഴുകിയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ചേർക്കുമ്പോൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഇത് നമ്മൾ വാഴമണി ചേർത്ത് കൊടുത്ത ശേഷം നന്നായി വഴറ്റി, അതിൻ്റെ ഒപ്പം വഴറ്റി നന്നായി കുറേ നേരം ഒരു 4-5 മിനിറ്റെങ്കിലും ഞാൻ അങ്ങനെ ഇളക്കി കൊണ്ടുപോയിരുന്നു. കാരണം നമുക്ക് കുട്ടികൾക്ക് വയറ് വീട് വരാൻ പറ്റില്ല, വേവണമല്ലോ. വെള്ളം നമ്മൾ ഇത് ചേർക്കാത്തത് കൊണ്ട് വേവാണ്ട് എടുക്കാനും പറ്റില്ല. അപ്പോൾ ഒരുവിധം നന്നായി ഞാൻ ഇളക്കുമ്പോൾ തിരി കഷ്ടമുണ്ടായിരുന്നു. കാരണം നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. പിന്നെ ഗ്യാസ് കമ്മിയാക്കാൻ പറ്റില്ല, ഗ്യാസിലല്ല അടുപ്പിലാണ്. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, കൈ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇളക്കിയിട്ടും അത് അടച്ചു വെച്ചു. ഇങ്ങനെയാണ് ഇതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഒരു സ്പെഷ്യൽ സാധനം പറഞ്ഞില്ലേ, കണ്ടില്ലേ, മുട്ട ചേർക്കാൻ പോകണം. ഇന്ന് നമ്മൾ വാഴമണി റെസിപ്പി ഉണ്ടാക്കുന്നത് മുട്ട ചേർത്തിട്ടാണ്. അങ്ങനെ അടച്ച് വെച്ച് നന്നായി വെന്തിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് നമ്മുടെ ഈ മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഉടച്ചിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം, അത്രയും ടേസ്റ്റിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടണേ. അപ്പോൾ ഈ മുട്ട നമുക്ക് ഈ പൊട്ടിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം മക്കളൊക്കെ അടുത്തുണ്ട്, അമ്മ ആയില്ലേ ചോദിച്ചിട്ട് അടുത്ത് തന്നെ നിൽക്കണം. എനിക്കപ്പോൾ വോയിസ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു, ഇവരൊക്കെ ഉള്ള കാരണം ഞാൻ പിന്നീടാണ് വോയിസ് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഒരു മുട്ട മതി കേട്ടോ, കൂടുതൽ വേണ്ട. കാരണം ഒരു വാഴമണിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള മുട്ട മതി, അപ്പോൾ 1 മതി. അപ്പോൾ ഞാൻ അത് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇരിക്കണം. അപ്പോൾ മുട്ടൻ്റെ ആ നനവും ഇപ്പം തേങ്ങയുടെയും ഇതെല്ലാം കൂടിയിട്ട് കറിവേപ്പിലയും നല്ല ഒരു മണമില്ലേ, നല്ല മണമായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്നും കിട്ടിയില്ല സത്യം പറഞ്ഞാൽ. അപ്പം അത് അത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കാണുമ്പോൾ അറിയാമല്ലോ, ഒരു വാഴമണി എന്ന് പറഞ്ഞാൽ അത് കുഞ്ഞതാണ്, അതിൻ്റെ പുറന്തോലൊക്കെ പോകുമ്പോൾ എത്ര തന്നെ ഉണ്ടാകും. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയൊന്നും പിടിക്കേണ്ടാവേണ്ട, ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഗ്യാസാണെങ്കിൽ നമുക്ക് കമ്മിയാക്കി വെച്ചിട്ട് മാറാം, അത് അടുപ്പിലായതുകൊണ്ട് അതിനുള്ള ഒരു വഴിയില്ല. അപ്പം നമ്മൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഒരു 2 സെക്കൻഡ് ഇത് മൂടി വെക്കണം. നമുക്ക് 2 സെക്കൻഡ് മൂടി വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ സംഭവം പൊളിച്ചു, അടിപൊളി മണവും ടേസ്റ്റും, ഒരു രക്ഷയില്ല. വാഴമണി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ആരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ എങ്ങനെയുണ്ടെന്ന്. അവർക്കറിയാലോ ടേസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ, ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ റെസിപ്പി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ, മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് എവിടെ എത്താൻ പറ്റില്ല. എൻ്റെ വാച്ച് അവർ വന്നിട്ട് 450 ആയിട്ടുള്ളൂ, ഇനിയും കൂടിയിട്ടില്ല. എൻ്റെ ബാക്കിലുള്ളവർക്ക് 1000 സംതിങ് ആയി.
അപ്പോൾ എനിക്ക് ലൈവ് ഇടാനും പറ്റാത്ത അവസ്ഥയാണ്, കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് അതും പറ്റില്ല. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇത് എനിക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം, അത് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചെന്നാലേ എനിക്ക് ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇത് ചോറിൻ്റെ ഒപ്പം കഴിക്കണതിനും വെച്ച് ടേസ്റ്റ് എനിക്ക് തോന്നിയത് വെറുതെ കഴിക്കാനാണ് കേട്ടോ. സത്യം പറഞ്ഞ ചോറിൻ്റെ ഒപ്പം എനിക്ക് അത്ര ഇത് തോന്നിയില്ല, പക്ഷെ ഞാൻ ഉള്ളത് ഓപ്പണായി പറയുന്നത്. പക്ഷെ വെറുതെ കഴിക്കാൻ സംഭവം പൊളിച്ചു കേട്ടോ. പക്ഷെ എനിക്ക് കിട്ടിയില്ല, എൻ്റെ മക്കളാണ് കഴിച്ചത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബായ്.